ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വീഡിയോ വൈദ്യശാസ്ത്രത്തിലെ പ്രതിഭാശാലികളെക്കുറിച്ചാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റിസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ദൈവകോപം കൊണ്ടും ദുർദേവതകളുടെ ബാധ കൊണ്ടുമൊക്കെയാണ് രോഗങ്ങളുണ്ടാവുന്നത്. ഇതായിരുന്നു പണ്ടുകാലത്ത് ജനങ്ങളുടെ വിശ്വാസം. രോഗം മാറാൻ അവർ കണ്ണുമടച്ച് മന്ത്രവാദത്തെയും മറ്റും ആശ്രയിക്കുകയും ചെയ്തു. ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലത്താണ് ഗ്രീസിൽ ഹിപ്പോക്രാറ്റീസിൻ്റെ ജനനം. രോഗം, ആരോഗ്യം, ചികിത്സ എന്നിവയൊക്കെക്കുറിച്ച് അന്നോളമുണ്ടായിരുന്ന ധാരണകൾ തിരുത്തുന്നതിലും അന്ധവിശ്വാസങ്ങൾ തുടച്ചു നീക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. BC 460 മുതൽ BC 370 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് കരുതപ്പെടുന്നു. ഗ്രീക്ക് വിശ്വാസങ്ങളിലെ വൈദ്യശാസ്ത്ര ദേവനായ ആസ്കേപ്ലിയൻസിൻ്റെ പിൻതലമുറയിൽപ്പെട്ട കുടുംബത്തിലാണ് ഹിപ്പോക്രാറ്റീസ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു ചികിത്സകനായിരുന്നു. കോസ് ദ്വീപിലായിരുന്നു ഹിപ്പോക്രാറ്റീസിൻ്റെ ജനനം. ഏതായാലും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഗ്രീസിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വൈദ്യശാസ്ത്രം പഠിച്ചു, ഒപ്പം പഠിക്കുകയും ചെയ്തു. ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളും സന്ദർശിച്ചു. രോഗവും ആരോഗ്യവുമൊക്കെ പ്രകൃതി പ്രതിഭാസങ്ങളാണെന്ന് ഹിപ്പോക്രാറ്റീസ് സമർത്ഥിച്ചു. ഓരോ രോഗത്തിൻ്റെയും അതിൻ്റേതായ സ്വഭാവമുണ്ടെന്നും അതിന് പിന്നിൽ സ്വാഭാവികമായി ഒരു കാരണമുണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിശാചിൻ്റെ ബാധയാണ് അപസ്മാരത്തിന് കാരണമെന്നാണ് അക്കാലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. BC 400 ഹിപ്പോക്രാറ്റീസ് രചിച്ച സാക്രഡ് ഡിസീസ് എന്ന ഗ്രന്ഥത്തിൽ അപസ്മാരത്തിന് സ്വാഭാവികമായ കാരണങ്ങൾ ഉണ്ടെന്നും അത് മന്ത്രവാദം കൊണ്ടല്ല മറിച്ച് ചികിത്സ കൊണ്ടാണ് ഭേദമാക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഹിപ്പോക്രാറ്റീസ് പിന്തുടർന്നത്. ജീവിത ശൈലിക്ക് അനുസരിച്ചുള്ള ചികിത്സയാണ് അദ്ദേഹം നൽകിയത്. ശരീരത്തിലെ 4 ദോഷങ്ങളുടെ ബാലൻസ് തെറ്റുന്നതാണ് രോഗകാരണമെന്ന് ഹിപ്പോക്രാറ്റീസും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരും വിശ്വസിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു എന്നോ? ആ ചതുർദോഷങ്ങൾ രക്തം, കഫം, കറുത്ത പിത്തരസം, പിന്നെ മഞ്ഞ പിത്തരസവും, ക്രമീകൃത ആഹാരം, വിശ്രമം, രുചിത്വം, വ്യായാമം എന്നിവയെല്ലാം രോഗശമനത്തിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ആദ്യ ചികിത്സകൻ ആയതുകൊണ്ടല്ല ഹിപ്പോക്രാറ്റീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, മറിച്ച് കോസ് ദ്വീപിൽ അദ്ദേഹം സ്ഥാപിച്ച മഹത്തായ വൈദ്യശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ പേരിലാണ്. രോഗാണുക്കളെക്കുറിച്ചോ ആൻറ്റിബയോട്ടിക്കുകളെക്കുറിച്ചോ രോഗങ്ങളുടെ തന്മാത്രാ തലങ്ങളെക്കുറിച്ചോ ജനിതക തലങ്ങളെക്കുറിച്ചോ ഒന്നുമറിയാത്ത ഒരു കാലത്താണ് ഹിപ്പോക്രാറ്റീസ് ശാസ്ത്രീയ ചികിത്സാ രീതിക്ക് തുടക്കം കുറിച്ചത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചും ആന്തരിക അവയവങ്ങളെക്കുറിച്ചും അന്നുണ്ടായിരുന്ന അറിവും പരിമിതം. എങ്കിലും കൃത്യമായ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും അദ്ദേഹത്തിൻ്റെയും പിന്തുടർച്ചക്കാരുടെയും ഗ്രന്ഥങ്ങളിൽ കാണാം. ഇവരുടെ ചിന്തകളും ആശയങ്ങളും ഹിപ്പോക്രാറ്റീസ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു മഹത്തായ കർമ്മമായാണ് ഹിപ്പോക്രാറ്റീസ് ചികിത്സയെ കണ്ടത്. വൈദ്യശാസ്ത്രത്തെ സ്നേഹിക്കുമ്പോൾ മനുഷ്യത്വത്തെ കൂടെ ആവണം സ്നേഹിക്കേണ്ടത് എന്നാണ് ഹിപ്പോക്രാറ്റീസ് അഭിപ്രായപ്പെടുന്നത്. രോഗിയെ സഹായിക്കുക, ഒരിക്കലും ദ്രോഹം ചെയ്യാതിരിക്കുക, ഇതായിരുന്നു ശിഷ്യരോടുള്ള ഹിപ്പോക്രാറ്റീസിൻ്റെ ഉപദേശം. അദ്ദേഹത്തിൻ്റെ പുത്രനായ പോളിബസും മികച്ച ഒരു ചികിത്സകനായിരുന്നു. ഇന്നും ഡോക്ടർ ആവുന്നതിനു മുൻപ് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ഹിപ്പോക്രാറ്റീസിൻ്റെ പേരിൽ ഈ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിക്കും. ഇതാണ് അവരുടെ പ്രതിജ്ഞ.